ഹൈ, ഐ എം ബിൻഷാദ് ബിയാരി, നേച്ചർ ഡിസൈൻ ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയേഴ്സിലെ ചീഫ് ഡിസൈനറാണ്. ഞങ്ങൾ 2016 സ്ഥാപനം തുടങ്ങുന്നത്. ഇതുവരെ 400ഓളം പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ റെസിഡൻഷ്യൽ ഉണ്ട്, കൊമേഴ്സ്യൽ ഉണ്ട്, ഇന്റീരിയർ ഉണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയതും എന്നാൽ നമ്മുടെ ആധുനിക ജീവിത ശൈലിയുമായിട്ട് ഒത്തുപോകുന്നതും ലോ മെയിൻ്റനൻസ് കോസ്റ്റും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൺസെപ്റ്റാണ് ഞങ്ങൾ ഓരോ പ്രൊജക്റ്റിനും ചൂസ് ചെയ്യാറുള്ളത്. മിക്കയുടെയും ജീവിതയാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റുമായിട്ടായിരിക്കും ഞങ്ങളെപ്പോലുള്ളവർ ശ്രമിക്കുക. അത് ചിലപ്പോൾ വീടായിരിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രൊജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റീരിയർ പ്രൊജക്റ്റ് ആയിരിക്കാം. എന്ത് തന്നെയായാലും അതിന് അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഒരു പ്രൊജക്റ്റ് എൻക്വയറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ആർക്കിടെക്ട്സ് ടീമുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അത് ചിലപ്പോൾ അത് ഓഫീസ് നേരത്തെ ആയിരിക്കും, നാട്ടിലുള്ള ക്ലൈൻ്റ് ആണെങ്കിൽ, ഇനി NRIs ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ക്ലൈൻ്റ് ആണെങ്കിൽ ഒരു വെബിനാർ പോലെ ഒരു സൂം മീറ്റിംഗ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ മീറ്റിംഗ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താണ് അവരുടെ ഒരു ആഗ്രഹങ്ങൾ, പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ്, ഇനി റെസിഡൻഷ്യൽ ആണോ, കൊമേഴ്സ്യൽ ആണോ, ഇന്റീരിയർ ആണോ, പിന്നെ തരംതിരിക്കുക, എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്ന ആ പ്രൊജക്റ്റിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. ശേഷം നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പ്രൊജക്റ്റിന് ആ സൈറ്റ് അനുയോജ്യമാണോ, അവർ ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾക്ക് ബദലായ ഒരു സൈറ്റാണ് അതുള്ളത്, അവരുടെ ബഡ്ജറ്റിന് യോജിച്ച രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയ അവിടെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. മാത്രമല്ല അതിന് നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഈ മീറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശം റിക്വയർമെന്റ് ലിസ്റ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു ബേസിക് റിക്വയർമെന്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ടാവാം, എന്നാൽ ഡീപ്പായിട്ട് ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് നമുക്ക് സൈറ്റ് വിസിറ്റിന് ശേഷം വളരെ അത്യാവശ്യമാണ്. കാരണം ഓരോ പ്രൊജക്റ്റിനും, ഒരു റെസിഡൻസ് പ്രൊജക്റ്റ് എടുക്കാം, ഈ പ്രൊജക്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളൊരു ക്ലൈൻ്റ് എടുത്ത് കിട്ടുന്ന ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബെഡ്റൂം വേണം, അല്ലെങ്കിൽ അറ്റാച്ച് ബാത്റൂം വേണം, അല്ലെങ്കിൽ ഒരു കിച്ചൺ, 2 കിച്ചൺ വേണം, അല്ലെങ്കിൽ 1 കിച്ചൺ വേണം, അല്ലെങ്കിൽ ഗസ്റ്റ് റൂം വേണം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡിസൈൻ, ഡീപ്പ് ഡിസൈനിലേക്ക് കടക്കുമ്പോൾ നമുക്കത് പോരാ. നമുക്ക് അവരെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണം, ചിലർക്ക് ക്ലോസ് കിച്ചൺ ആയിരിക്കും ഇഷ്ടം. ഇനി നമുക്കൊരു ഉള്ളിൽ കൂട്ടിയാട് വേണം, ഇനി അതല്ല പുറത്താണ് കൂട്ടിയുടെ താല്പര്യം, ഇനി കൂട്ടിയുടെ വേണ്ടേ, അതുപോലെ പേഷ്യോ, ബാക്കിലൊരു പേഷ്യോ പോലെ ഒരു എലമെന്റ് അവിടെ വേണം, ഇനി പ്രയർ റൂം വേണോ, അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ സെപ്പറേറ്റ് വേണോ, ഇനി സ്റ്റോർ റൂം സെപ്പറേറ്റ് വേണോ, അങ്ങനെ പല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ പ്ലാനിൽ വളരെയധികം ഗുണം ചെയ്യും. ഈ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ റിക്വയർമെന്റ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ഫോർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ടീം പ്രധാനമായിട്ടും ഇവരുടെ ബഡ്ജറ്റും അതുപോലെ ഈ സൈറ്റ് കണ്ടീഷനും എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റഡി ചെയ്യും. ഈ 1 വീക്കോളം നീണ്ടുന്ന സ്റ്റഡി പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു സ്കെച്ച് കിട്ടും. പേപ്പർ സ്കെച്ചായിട്ട് നമുക്കത് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പതിവ്. അപ്പോൾ ആ സ്കെച്ച് നമ്മൾ ഞങ്ങളുടെ ടീം തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്ത് അതിന് എന്തെങ്കിലും ഒരു മാറ്റത്തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ അതും ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയറിലേക്ക് ഞങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യുക, ഒരു 2-3 ഫിറ്ററേഷൻ വേണ്ടി വന്നേക്കാം. അതിനുശേഷം പ്ലാൻ ഫ്രീസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ടീം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലയൻറ്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാട്ടിലുള്ള ക്ലയൻറ്റ് ആണെങ്കിൽ അവരുടെ ഒരു ഡേറ്റ് പറഞ്ഞ് നമുക്ക് ഓഫീസിൽ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഇനി NRIs ആണെങ്കിൽ നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് അവർക്കും ഒരു സൂം മീറ്റിംഗ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ ടൈമിലായിരിക്കും നമ്മൾ നമ്മൾ ഫോൾ പ്ലാൻ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു മീറ്റിങ്ങിന് കുറേ ഒരു ദിവസം മുന്നോടിയായിട്ട് നമ്മൾ ഈ പ്ലാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പ്ലാനെ കുറിച്ച് വലിയൊരു ഗ്രാഹ്യം ഇല്ലാത്ത രീതിയിൽ ഡിസിഷൻ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ പ്ലാനിലേക്ക് എത്തി എന്നുള്ളതിനെ അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ ഈ അടുത്ത ടൈം തന്നെയായിരിക്കും നമ്മൾ ഈ പ്ലാൻ വിശദീകരിച്ച് കൊടുക്കുക, നമ്മൾ എങ്ങനെ ഓരോ പോർഷനും നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ അവരുടെ റിക്വയർമെന്റ് ലിസ്റ്റൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ 90% ക്ലയൻറ്റും ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഈ പ്ലാൻ അപ്രൂവൽ ആക്കാറാണ് പതിവ്. പിന്നെ 10% ചെറിയ വേരിയേഷൻസും ചെറിയ കറക്ഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ പ്ലാൻ ഫ്രീസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ പൂർത്തിയായി കഴിയും. ഫ്ലോർ പ്ലാൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എലിവേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എലിവേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്കൊരു പ്ലാൻ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന് നമുക്ക് ട്രഡീഷണൽ ആണ് ആ ഒരു ക്ലയൻറ്റ് താല്പര്യം, അതിലേക്ക് പോകാൻ പറ്റും. ഈ ബോക്സ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. ഇനി അതുപോലെ ഒരു കണ്ടംപററി ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എലിവേഷൻ നമുക്ക് ഏത് ടൈപ്പ് പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ക്ലയൻസിൻ്റെ അഭിരുചി ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ പ്ലാൻ ഫൈനൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ആ വീടിൻ്റെ എലിവേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായ ധാരണ ഉണ്ടാവും. അതനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ടീം പിന്നെ എലിവേഷൻ ഡിസൈനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എലിവേഷൻ ഡിസൈൻ നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന് ഇതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ഓഫീസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവരതും കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ടും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് നമ്മൾ ഈ ഒരു എലിവേഷൻ സെക്ഷൻ നമ്മൾ ഫ്രീസ് ചെയ്യും. പിന്നീട് നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ക്ലയൻറ്റിന് ചോദിക്കുന്നുണ്ട് എത്ര ബഡ്ജറ്റാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ആഫ്റ്റർ ഫ്ലോർ പ്ലാൻ, ആഫ്റ്റർ എലിവേഷൻ ഡിസൈൻ ഇത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇത്ര കോസ്റ്റ് നമ്മൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് എടുക്കുക, അപ്പോൾ ഒരു പ്ലാൻ എടുക്കുക. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒരു ക്ലാഡിംഗ് സ്റ്റോൺ എന്ന് വിചാരിക്കുക. അതേസമയം 2000 സ്ക്വയർ ഫീറ്റ് സെയിം പ്ലാനുള്ള ഒരു വീട്ടിൽ അതിൻ്റെ എലിവേഷനിൽ ഇങ്ങനെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ഇല്ല. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് വീടും തമ്മിൽ കോസ്റ്റിൽ ഒരു വേരിയൻറ്റ് വരും. നമുക്കറിയാലോ, ക്ലാഡിംഗ് സ്റ്റോണുള്ള വീടിനായിരിക്കും കോസ്റ്റ് കൂടുക. അങ്ങനെയാണ് ഓരോ വീടും. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് വരുന്ന ഒരു കോസ്റ്റ് ആയിരിക്കില്ല 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വേറൊരു വീടിന് വരിക. അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല നമ്മുടെ നാട്ടിൽ നോർമലി സ്ക്വയർ റേറ്റിനാണ് വർക്ക് എടുക്കുക ഓരോ കോൺട്രാക്ടേഴ്സും ചെയ്യുന്നതെങ്കിലും അത് അടിസ്ഥാനപരമായി തെറ്റാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ആ ഡിസൈൻ അനുസരിച്ച് എത്രയാണ് കോസ്റ്റ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഒരു വേരിയേഷൻ വരില്ല. ക്ലയൻസിനാണെങ്കിലും ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അഡീഷണൽ വർക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ കോൺട്രാക്ടേഴ്സിനും അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫ്ലോർ പ്ലാനും എലിവേഷൻ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കോസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻറ്റായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെ അടുത്ത് ഈ കോസ്റ്റ് എങ്ങനെ വരുന്ന ഡീറ്റെയിൽസ് ഉള്ള ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത് അത് ക്ലിയർ ആക്കും. പ്രൊജക്ട് സൈറ്റിൽ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ പ്രൊജക്ട് എൻഡ് ഫിനിഷിംഗ് വർക്ക് തീരുന്നവരെ ഞങ്ങളുടെ മേൽനോട്ടം പൂർണ്ണതയിലുണ്ടാവും. അതിനായി ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അതുവഴി കൺട്രോൾ ചെയ്യും. അല്ലാത്ത അവസരങ്ങളിൽ സൈറ്റ് വിസിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ സിവിൽ കോൺട്രാക്ടേഴ്സ്, സിവിൽ ലേബേഴ്സ്, സൂപ്പർവൈസേഴ്സ്, MVP ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവർ, ഇന്റീരിയർ ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ ഡിസൈൻ നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്തേക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പലരുടെയും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ അവർക്ക് അറിവില്ലാത്ത, ഞങ്ങളുടെ ക്ലയൻസിനെ സംബന്ധിച്ച് അറിവില്ലാത്തൊരു മേഖലയിൽ അവരുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാക്സിമം യൂസ് ചെയ്ത് ആ പ്രൊജക്റ്റ് വളരെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു ഗെയിം. അതിന് ഞങ്ങൾ വലിയൊരു ഹാപ്പിനെസ്സും ഞങ്ങളതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ ഏത് പ്രൊജക്റ്റും ഏറ്റെടുക്കാൻ ഞങ്ങളുടെ ടീം തയ്യാറാണ്. മോസ്റ്റ് വെൽക്കം. നേച്ചർ ഡിസൈൻ .in ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്, കൊച്ചി, കേരള. താങ്ക് യു.